നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ പുസ്തകങ്ങളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാനിപ്പോൾ കണ്ണൂർ പോലീസ് മൈതാനിലാണ്. ഇവിടെ നമ്മൾ നടക്കുന്ന കണ്ണൂർ കാർണിവൽ എന്ന് പറയുന്ന എക്സിബിഷൻ നടക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഈ ഒരു കാർണിവൽ എന്ന് പറയുന്നത് ജൂൺ 1 വരെയാണ്. പക്ഷേ ഇപ്പം ജൂൺ 14 വരെ നീട്ടിയിരിക്കുന്നു. കാരണം സ്കൂൾ കുട്ടികൾക്കൊക്കെ കൂട്ടമായിട്ട് വരാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ജൂൺ 1 മുതൽ ജൂൺ 14 വരെയുള്ള കാലയളവിൽ സ്കൂൾ കുട്ടികൾക്ക്, അതായത് 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്. ഓൾറെഡി ഇപ്പോൾ തന്നെ 50% ഡിസ്കൗണ്ടാണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ജൂൺ 1 മുതൽ ജൂൺ 14 വരെ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഇവിടെ നമ്മുടെ എൻട്രി സൗജന്യമാണ് എന്നുള്ള കാര്യം കൂടി എല്ലാവരും അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വരിക. കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ പൈസ വേണ്ട, മുതിർന്നവർക്ക് മാത്രമേ വേണ്ടൂ. അപ്പോൾ എല്ലാവരും കണ്ണൂർ കാർണിവലിലേക്ക് സേവർ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ പുസ്തകത്തോട് ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. വളരെ ചെറിയ ഒരു ചോദ്യം, പക്ഷേ ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. നമുക്ക് ആ ഫാമിലി ഒന്ന് പരിചയപ്പെടാം ആദ്യം. എന്നിട്ട് ചോദ്യം നമുക്ക് എന്താ ചോദ്യം തീരുമാനിക്കാം. കുറച്ചുകൂടെ അടുത്തോട്ട് വന്ന് ഇങ്ങോട്ട് വന്നേ. വാ. യെസ്, അപ്പൊ നമ്മളെ പരിചയപ്പെടാം ആദ്യം. ഇത് എവിടെ ചാടി? ഇവിടെ കൂടുതലല്ലേ? ഇങ്ങോട്ട് വാ. പെട്ടെന്ന് എവിടുന്നോ വന്നൊരു ചാട്ട്. ഇവിടെ 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 നിൽക്കും. യെസ്, പേര് പറ. എന്ത് ദ്വൈത്? അദ്വൈത്. ഇനി എത്രാം ക്ലാസ്സിലോട്ട്? നേരത്തെ എത്രാം ക്ലാസ്സിലായിരുന്നു? ഏത് സ്കൂളിലായിരുന്നു നേരത്തെ? ഇനി സ്കൂളിലാ? അല്ല, 7ാം ക്ലാസ്സിൽ എവിടെയായിരുന്നു? അപ്പൊ ഇനി സ്കൂളിലേക്കാ എപ്പോ പോവും? എപ്പം പോവും? ജൂൺ 1. ഓക്കെ. പേരെന്താ? വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരെന്താ? ഉണ്ണി. കൂട്ടുകാരെ വിളിക്കുന്ന പേരെന്താ? വീട്ടിൽ നിങ്ങൾ വല്ല കുരുത്തക്കേടും കഴിച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വിളിക്കുന്ന പേരെന്താ? ദേഷ്യം വന്നാലും അച്ഛനമ്മ ഉണ്ണീനെ വിളിക്കുള്ളൂ? എന്താ വിളിക്കുക? അത് പറയണ്ട, കുഴപ്പമില്ല. ഓക്കെ. പേര്? ശ്രേയ. എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആദ്യം എന്തായിരുന്നു? ജിടെക്കിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു. ഇപ്പം ജോലി ചെയ്യുന്നില്ല? കുട്ടികളൊക്കെ. പറയൂ. അനഘ എന്ത് ചെയ്യുന്നു? എവിടെ? കണ്ണൂര് സഫിയ ബിൽഡമാർട്ട്. എത്ര വർഷമായിട്ട്? 1 year ആവുന്നുള്ളൂ. അപ്പൊ ഇന്ന് ലീവ്? പെരുന്നാളായിട്ട് വേറെ പോയായിരുന്നോ? അല്ല, കൂട്ടുകാരൻ ക്ഷണിച്ചില്ലായിരുന്നോ? വീട്ടിൽ തന്നെ. അപ്പൊ വീട്ടിലെന്തായിരുന്നു സ്പെഷ്യല്? വീട്ടിന്റെ അടുത്തുള്ള ഒരു ആന്റി ബിരിയാണി. വീട്ടിന്റെ തൊട്ടടുത്തുള്ള ആന്റി. ആ ആന്റിയുടെ പേരെന്താ? അപ്പൊ അവര് ബിരിയാണി വന്നു. അപ്പൊ അത് കഴിച്ചോട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് അവര് ബിരിയാണി തരും എന്നുള്ള ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് വീട്ടിൽ രാവിലെ ഉച്ചക്കൊന്നും ഉണ്ടാക്കില്ല. അല്ല, നമ്മുടെ വീടിന്റെ മുന്നിലുള്ള ആൾക്കാർ. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, വരുവോ. ഇപ്പൊ ഒരു 11:30 മണിയാകുമ്പോഴത്തെ അവർ കൊണ്ടു തന്ന ഓക്കെ റെഡി എന്ന് പറഞ്ഞു വരികയാണ്. ഓക്കെ. പേര്? വൈഗ. എന്ത് ചെയ്യുന്നു? +1 കഴിഞ്ഞു. എങ്ങനെ മാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉണ്ടായിരുന്നു. അപ്പൊ ഇനി +1 എവിടത്തേക്കാ കൊടുത്തിട്ടുണ്ട്? ഏത് വിഷയം എടുക്കുന്നേ? കൊമേഴ്സ് ആണ്. ഓക്കെ. ആരാത്? എന്താ മോളെ പേര്? എന്തായാ? മിറായ. എന്താ അതിന്റെ അർത്ഥം? എന്താ? ആണ്. കൃഷ്ണഭക്തിയാണ്. ഒരു മയിൽപ്പീലിക്ക് 2 മയിൽപ്പീലിയുടെ സ്റ്റൈലൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. കൂടെ വന്നിരിക്കുന്ന ആള്. വാ. പേര്? ദീപ മാഡം. നിങ്ങൾ അപ്പൊ ആരൊക്കെയെന്ന് പറയാം. ഓക്കെ, കുറച്ചുകൂടി പറയാം. ഓക്കെ. ദീപ മാഡം എന്ത് ചെയ്യുന്നു? എത്ര വർഷമായിട്ട്? 6 മാസമായിട്ട്. ഓക്കെ. പേര്? സെക്യൂരിറ്റി മാൾ. ഓക്കെ. പേര്? സജിന മാഡം. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെയാണ്. ഓക്കെ. അപ്പം സജിന മാഡം, അപ്പൊ നമ്മള് പിന്നെ ബന്ധങ്ങൾ പറയാണ്. മോന്റെ ആരാണ് ഇവര്? അമ്മ. ആരാണ് ഇവര്? മൂത്ത. ആരാണ് ഇവര്? ആരാണ് വാവ? ആരാണിത്? അപ്പൊ ഇത് ആരൊക്കെയാ? മൊത്തം കൺഫ്യൂഷൻ. അപ്പം അമ്മ അമ്മയാണ്. ബാക്കി ഇവരൊക്കെ ആരാ? നിങ്ങൾ കസിന്. പിന്നെ സ്വന്തം. ഓക്കെ. പിന്നെ വേറെ കസിന്. മൊത്തം എത്ര കസിൻ, എത്ര മോള്? ഇത് 2 നിങ്ങളുടെ മക്കള്. പിന്നെ ഇവരെ മോള്. അപ്പൊ ഇവര് നിങ്ങളെ മോള്. അപ്പൊ ഇവര് ഏട്ടന്റെ മോള്. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞ 3-4 മോളും 3-4 കസിനും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ശരി. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം. ഓക്കെ. അതായത് പുഴകൾ കണ്ടിട്ട് പുഴ കണ്ടിട്ടില്ലേ? പുഴ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിനടുത്ത് ഏതെങ്കിലും പുഴയുണ്ടോ? കടല്? ഏത് കടല്? അവിടെയൊക്കെ പോകാറുണ്ട്. ഈ പുഴ അടുത്തൊന്നും കണ്ടിട്ടില്ല? ദൂരമാണോ കണ്ടിട്ട്? ഓക്കെ. അപ്പൊ എന്റെ ചോദ്യമാണ്, പുഴയെ എന്ത് ചെയ്താലാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം. മോള് 10th കഴിഞ്ഞു, ഇനി +1ലേക്ക്. ഇയാൾ എത്രയിലോട്ടാ? ഇനി 8ലോട്ട്.
പുഴയെ എന്ത് ചെയ്താലാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുന്നത്? കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമാണ്, ഈസി ചോദ്യമല്ല. കെമിസ്ട്രി അങ്ങനെ എന്തെങ്കിലും ബേസ് ആയിട്ടുള്ളതാണ്. വേറെ എന്തെങ്കിലും കുസൃതി ചോദ്യം. ആ ലോജിക് ആയിട്ടുള്ളതല്ല. ലോജിക് ഉണ്ട് ഇതില്. ലോജിക്കായിട്ട് ചിന്തിച്ചാൽ ലോജിക് ഉണ്ട്. ലോജിക് തന്നെയാണ് ഇതിന്റെ ഭാഗമാക്കി മാറ്റാം. പുഴയെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റാം? കുറച്ച് ആഴത്തിലൂടെ ഒക്കെ ചിന്തിച്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ കയറി ഇറങ്ങി തിരിഞ്ഞൊക്കെ വരേണ്ടി വരും. കളിക്കാൻ പറ്റും. ക്ലൂ ലാംഗ്വേജ് മാറ്റമായിരിക്കും, ചിലപ്പോൾ ഭാഷ മാറ്റമായിരിക്കും. ഞാൻ ഉത്തരത്തേക്ക് എത്താൻ വേണ്ടി ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്ത് ലാംഗ്വേജ് ആയിട്ടാ? ചിലപ്പോൾ ലാംഗ്വേജ് മാറ്റമായിരിക്കും. ഞാൻ ചോദിക്കുന്നത് മലയാളത്തിലാണ്, ചിലപ്പോൾ അത് ഉത്തരം വരിക വേറെ രീതിയിലായിരിക്കും. എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാണാം. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ണൂർ കാർണിവൽ, കണ്ണൂർ പോലീസ് മേഖലയിൽ നടക്കുന്ന കണ്ണൂർ കാർണിവലിൻ്റെ എക്സിബിഷൻ ഹാളിലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു എക്സിബിഷനാണ് നടക്കുന്നത്. അപ്പോൾ അതിന് വളരെ ചെറിയ റേറ്റിനാണ് എല്ലാ കാര്യങ്ങളും. അത് ഓരോ സ്ഥലത്തും ഓരോ സാധനത്തിൻ്റെ പൈസ എത്രയാണെന്ന്, എത്ര എണ്ണത്തിന് എത്ര പൈസയാണെന്ന് കൃത്യമായിട്ട് എഴുതി പിന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഓരോ പ്രോഡക്റ്റിൻ്റെ മുന്നിലൊക്കെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള, പരമാവധി പർച്ചേസ് ചെയ്യാൻ ഏറ്റവും ചെറിയ പൈസക്കാണ് ഇവിടെ കണ്ണൂർ കാർണിവലിൻ്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഓക്കെ, മേഡത്തിന്റെ പേര്? ബീന. എവിടെ സ്ഥലം? ചക്കരക്കല്ല. എവിടെ? മുതുകുറ്റിയിലെവിടെ? മുതുകുറ്റി തന്നെ. റേഷൻ ആ റേഷൻ വീട് പേരെന്താ പറയാ? മുതുകുറ്റി റേഷൻ വീടിയാന്നോ? ഓക്കെ. ആ പിന്നെ പേര്? നീരജ്. നീരജ് എന്ത് ചെയ്യുന്നു? ഡിഗ്രി. എവിടെ? എം ജി കോളേജിൽ ബികോമിന് പഠിക്കുകയാണ്. ഓക്കെ. ഇപ്പൊ രണ്ടുപേരെ വന്നുള്ളോ? അപ്പൊ എക്സിബിഷൻ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ. മേഡം വേറെ ജോലി ഒന്നും ചെയ്യണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചു. പുഴകൾ വീട്ടിൻ്റെ അടുത്ത് എവിടെയും പുഴയുണ്ടോ? ഇല്ല. ഇവിടെ ഇപ്പൊ എപ്പോഴെങ്കിലും പുഴയിൽ കുളിക്കാൻ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. മേഡം പോയിട്ടില്ല. പുഴ കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. പുഴ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, പുഴയെ എന്ത് ചെയ്താലാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും? പുഴയെ എങ്ങനെ എന്ത് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറ്റാൻ സാധിക്കും? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മുടെ ഒരു സൗകര്യം. നമസ്കാരം. ഹലോ. എന്താ പേര്? അക്ഷത. അക്ഷത. ആ. ആ, അതിന്റെ അർത്ഥം എന്താ ശരിക്കും? അക്ഷത എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നല്ല, അമ്മയുടെ പേരാണ്. അമ്മയുടെ പേര്. അമ്മയുടെ പേരെന്താ? അംബിക. അംബിക. അച്ഛന്റെ പേരെന്താ? മണി. മണി. എന്ത് മണിയാ? അങ്ങനൊന്നുമില്ല, മണി കണ്ടെന്ന് പറയും. മണി കണ്ടെന്ന് വരും. ഓക്കെ. എവിടെ സ്വന്തം സ്ഥലം എവിടെയാ? ഞങ്ങളത് എന്റെ അമ്മ കർണാടകയാ. കർണാടക. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. എന്റെ അച്ഛൻ കേരള ആയതുകൊണ്ട്. അപ്പൊ അച്ഛന്റെ വീട് എവിടെയാ? കേരളത്തിൽ എവിടെ? തോട്ടടയാണ്. ഇവിടെ തോട്ടടയാണ്. അത് ശരി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നത്. ജോലിയാണ്. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും പഠിക്കോ? ഞാൻ പഠിക്കുക. ഇപ്പൊ തേർഡ് ഇയർ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം വെക്കേഷൻ വെറുതെ നിൽക്കേണ്ട ആവശ്യം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ നല്ല ഇതാണ്, നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ലൈഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാം, അതാണ് കാര്യം. അപ്പൊ ഇവിടെ ഡ്യൂട്ടി എത്ര മണിക്ക്? ഞങ്ങൾ 3 മണി വരെ 10 മണി വരെയാണ്. അവിടെ നിന്ന് നമ്മൾ പോയിക്കോളി, ഓട്ടോറിക്ഷയിലാ പോകുന്നേ. നേരെ വീട്ടിലോട്ട് പോകും. നേരെ വീട്ടിലോട്ട്. ശരി ശരി. അപ്പൊ ഇപ്പം പിന്നെ അമ്മയുടെ വീട്ടിൽ എപ്പോഴാണ് പോകുന്നത്? അമ്മേന്റെ വീട്ടിൽ ഇനിയിപ്പോ വെക്കേഷൻ ആയിട്ട് ടൈം നോക്കണം. ഇപ്പൊ കഴിയാനായില്ലേ? അപ്പൊ കന്നഡ നന്നായിട്ട് അറിയോ? കന്നഡ എനിക്കറിയാം. ഫുഡ് കഴിച്ചു എന്ന് മാത്രമേ അറിയാം. ഫുഡ് കഴിച്ചത് എങ്ങനെ വെക്കുക? ഊട്ടായിത്ത. അത് മാത്രമേ അറിയൂ, വേറെ ഒന്നും. അപ്പൊ അങ്ങോട്ട് പോവാറുണ്ട്? അങ്ങോട്ട് പോകാം. വെക്കേഷൻ ടൈമിൽ പോകാം. അപ്പൊ അമ്മ വീട്ടിൽ നിന്ന് എന്താ അച്ഛനോടൊക്കെ സംസാരിക്കുന്ന കന്നഡയാണോ മലയാളമാണോ? അമ്മ മലയാളത്തിലേ സംസാരിക്കില്ല, നമുക്ക് മലയാളം അറിയാം. മലയാളം. അപ്പം ശരിക്കും അമ്മ കന്നഡ മറിഞ്ഞപ്പോ മലയാളം തന്നെയായി. മലയാളിയായി. ശരി. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. പിന്നെ നമ്മുടെ എന്താണ്, നമ്മുടെ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമുണ്ട്. ഗോൾഡ് അല്ല, പ്രത്യേകം പറയാം. ഓക്കെ. ഓക്കെ. ഇപ്പൊ ചോദ്യം വെച്ചാല്, പുഴ കണ്ടിട്ടുണ്ടോ? പുഴ കണ്ടിട്ടില്ല. നിങ്ങളുടെ അടുത്തേതാ പുഴ? കണ്ട എവിടെയാ? ഞങ്ങളത് അങ്ങനെ പുഴയൊന്നുമില്ല, തോട്ടയുടെ ബീച്ചാണല്ലേ. ബീച്ചാണല്ലോ. തോട്ടയുടെ ബീച്ചുണ്ട്. പുഴ കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യമാണ്, പുഴയെ എന്ത് ചെയ്താലാണ് നമ്മുടെ ശരീരത്തിലൊരു ഭാഗമാക്കി മാറ്റാൻ സാധിക്കുന്നത്? അയ്യോ, ഭയങ്കര കുസൃതിച്ചു. അതാണ്. കുറച്ച് ടഫാണ്. പുഴയെ എന്ത് ചെയ്താലാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറ്റാൻ സാധിക്കും? അതിന്റെ അകത്തുള്ള മീനുകൾ.
ചിലത് ലാംഗ്വേജ് മാറും, ചിലപ്പോൾ ലാംഗ്വേജ് മാറിയിട്ടാണ് അതിന്റെ ആൻസർ വരിക. അത് അങ്ങനെ ഞങ്ങൾക്ക് അത്രയിലെ കുസൃതി ചോദ്യത്തിന് വ്യത്യാസമില്ല. അപ്പൊ എന്നാൽ സന്തോഷം, കാണാം, താങ്ക് യു. ഓക്കെ. അതായത് ഒരു ചേട്ടൻ ഇങ്ങനെ പോകുന്നു, പുറത്തൊരു ബാഗ് തൂക്കിയിട്ടുണ്ട്, ക്യാപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഒറ്റയ്ക്കേ ഉള്ളൂ? ആ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് താഴേക്ക് നോക്കുമ്പോൾ കയ്യിലൊരു ആയുധം. കണ്ടാൻ നോക്കാം, ബാബാ നമസ്കാരം, ഇങ്ങോട്ട് വന്നേ. ഇത് ആയുധം, അതായത് ഒരു കയ്യിൽ ആയുധമുണ്ട്, ഇതാ വലത് കയ്യിൽ ആയുധമുണ്ട്. പിന്നെ ഇടത് കയ്യിലുള്ളത് നമ്മുടെ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. പിടിച്ചോളൂ. എന്നോടാ എൻ്റെ ഒന്ന് നമ്മള് മുഖത്ത് പോലും ചിരിക്കാൻ വേണ്ടി അന്നേരം അവിടെ മുറിയും. ഓക്കെ, പിടിച്ചോ. അത്യാവശ്യ സാധനമാണ്. ഓക്കെ, സാറിന്റെ പേര് എന്താ ചെയ്യുന്നത് ജോലി? ഞാൻ ബേസിക്കലി അക്കൗണ്ടന്റ് ആണ്. എന്താ ഇവിടെ അക്കൗണ്ടന്റ് ആണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഫ്രീലാൻസ് ആണ്. ഫ്രീലാൻസ് ആയിട്ടാണ്. ഓ ശരി ശരി ശരി. താമസിക്കുന്നത് സ്നേക് റെസ്ക്യൂർ ആണ്. പിന്നെ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളാണ്. ഈ സോഷ്യൽ സർവീസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഏത് കാര്യങ്ങൾ? കണ്ണൂർ ഒരു തെറാപ്പി സെന്റർ ഉണ്ട്, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് തെറാപ്പി ചെയ്യുന്ന. അത് ശരി ശരി. അതെയാ? തളാപ്പിൽ. അതിന്റെ പേര് നിങ്ങളുടെ തെറാപ്പി സെന്റർ? സ്വാസ്ഥ്യ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ. സ്വാസ്ഥ്യ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്നാണ് പേര്. സ്വാസ്ഥ്യ ചാരിറ്റബിൾ ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. തെറാപ്പി, സ്പീച്ച് തെറാപ്പി, അതുപോലെ തന്നെ പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒക്കെ നടത്തുന്നത്, ഓട്ടിസത്തിന്റെ ക്ലാസ്. ശരിയാ. അപ്പൊ എന്തായാലും ഈ ശാരീരികമായിട്ട് ചില പ്രശ്നമുള്ള കുട്ടികൾക്ക് അവരെ ട്രീറ്റ്മെന്റിലൂടെ കൊണ്ടുവരാനുള്ള ഒരു എന്താ പറയുക, ഒരു പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയുടെ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എത്ര പേരുണ്ടാവും ഇതിങ്ങളുടെ അത് ടീമിൽ? അത് ഒരുപാട്. നമ്മുടെ ഒരു പ്രസിഡന്റ് ഡോക്ടറാണ്, പള്ളിക്കുന്ന ഡോക്ടറാണ്. പിന്നെ സെക്രട്ടറി സജീവ് എന്ന സ്റ്റേറ്റ് ജില്ലാ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു പിന്നെ ഓൾ ഇന്ത്യ ബേസ്ഡ് സംഘടന സക്ഷന്റെ കീഴിലുള്ള അതിന്റെ പ്രൊജക്റ്റാണ്. അപ്പൊ ഈ കത്തി എന്തിനാ? ഇത് ഞാൻ വീട്ടിലേക്ക്, ഞാൻ കൃഷിക്കാരനാണ്. അവിടെ എന്താ കൃഷിയാ മെയിനായിട്ട്? ഞാനിപ്പം ചെയ്യുന്ന നെല്ലാണ്. 3 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയുണ്ട്. 3 ഏക്കർ സ്ഥലത്ത് കൃഷിയുണ്ട്. അതെവിടെ കൃഷി ചെയ്യുന്നത്? നാറാത്ത്. അത് ഇത്തവണ ഉമ്മയാ കൃഷി ചെയ്തത്. പിന്നെ നവരയും ചെയ്തിട്ടുണ്ട്. നവരാണെന്നില്ല, വേറെ നവര കൃഷി. 1 കിലോ നെല്ല് 150 രൂപ. 1 കിലോ അരിക്ക് 250 രൂപ. 1 കിലോ നെല്ലിന് 180 രൂപ. അത് പല അമ്പലങ്ങളാണ് കൊണ്ടേക്ക്. ശരി ശരി. അത് താഴെപ്പുറത്ത് നൽകേണ്ടതാണ്. അപ്പൊ എന്തായാലും ഒരു വലിയ വ്യക്തിയാണ്. കാരണം ഒരു കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ തുടക്കം മുതലുള്ള ആൾക്കാരാണ് കൃഷിക്കാരെന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ ഫ്രീലാൻസ് ആയിട്ട് അക്കൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ സന്തോഷം. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. കൂടെ ജിജു ഇന്ത്യ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ചെറിയൊരു സമ്മാനം. ചോദ്യം, ഈ പുഴയിലൊക്കെ പോയി കുളിച്ചിട്ടുണ്ടോ? ഏത് പുഴയിൽ? കാട്ടാമണി പുഴയെ കുളിച്ചിട്ടുണ്ട്. കാട്ടാമണിന്റെ കൈവഴി നാറാത്ത് കലൂരുണ്ട് ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഇപ്പോഴും നമ്മൾ പല കുട്ടികളും നീന്തം കൃത്യമായിട്ട് പഠിക്കണം. കുട്ടികൾ നീന്താൻ പഠിക്കുന്ന ഏറ്റവും നല്ലതാണ്. നമ്മുടെ ചോദ്യം, പുഴയെ എന്ത് ചെയ്താലാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും? നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവമാക്കി മാറ്റാൻ സാധിക്കും? ആ പുഴയെ എന്ത് ചെയ്താലാണ് ശരീരത്തിൻ്റെ ഒരു അവയവമാക്കി മാറ്റാൻ സാധിക്കുന്നത്? ലാംഗ്വേജ് ചിലപ്പോൾ മാറാം. ലാംഗ്വേജ് മാറിയിട്ടായിരിക്കും ഉത്തരം വരിക. റിവർ പോലെ അങ്ങനെ റിവർ രക്ഷയില്ല. അടുത്തെത്തി, പക്ഷേ വിട്ടുപോയി. അപ്പോൾ സന്തോഷം, കാണാം. താങ്ക് യു. അപ്പോൾ എല്ലാവിധ ആശംസകളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഒരു സഹോദരിയുണ്ട്. മോൻ്റെ പേര്? അനുവിന്ദ്. എവിടെയാ താമസിക്കുന്നത്? എവിടെയാ? ചാൽ ബീച്ചിന്റെ എവിടെ? ബീച്ചിന്റെ എന്ന് പറയുമ്പോൾ ബീച്ചിലല്ലോ, ബീച്ചിന്റെ കുറച്ചിപ്പുറമാണ്. എത്ര ക്ലാസ് പഠിക്കുന്നത്? ഇനി 8th തൊട്ട്. ഏത് സ്കൂളിലാ? 8th. അവിടെ എത്ര ക്ലാസ് വരെ ഉണ്ട്? 10 വരെ ഉണ്ടോ? 10 വരെ ഉണ്ടല്ലേ? ഓക്കെ. സഹോദരന്റെ പേര്? ആവണി. എത്ര ക്ലാസ് തൊട്ട്? ഇനി 10th തൊട്ട്. ഏത് സ്കൂളാ? അപ്പൊ രണ്ടുപേരും ഒരുമിച്ചാ പോന്നേ? വീട്ടിൽ നടന്നുകൊണ്ട് ദൂരം പോരല്ലോ, കുറച്ചുകൂടി ദൂരമില്ല. അപ്പൊ എങ്ങനെ പോകും? ബസ്സിന്. എത്ര മണിക്ക് ബസ് വീട്ടിൽ നിന്ന്? ഏത് ബസ്? അല്ല, സ്കൂൾ ബസ്സാണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സാണോ? ലൈൻ ബസ്. നിങ്ങൾ സ്ഥിരം പോകുന്ന ബസ്സിന്റെ പേരെന്താ? റിദൂസ്. തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ബസ് ഏതാ? AR. അപ്പൊ ഒരുമിച്ച് പോകും. ശരി. പേരെന്ന് പറഞ്ഞേ? മനോജ്. നമുക്കറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളാണ്. ഓക്കെ. മനോട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം. പുഴ കണ്ടിട്ടുണ്ടോ? പുഴയെ കുളിച്ചിട്ടുണ്ടോ? ഇല്ല. പുഴ കണ്ടിട്ടുണ്ട്. പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല. അതായത് ചെറിയ ചോദ്യമാണ്.
ഇതിൻ്റെ ഉത്തരം ചിലപ്പം ഇംഗ്ലീഷിലാണ് വരിക. ഓക്കെ, അതുകൂടി ഒന്ന് അഡ്വാൻസ് പറയാണ്. അതായത് പുഴയെ എന്ത് ചെയ്താലാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ ശരീരത്തിനൊരു അവയവമാക്കി മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണ്? പുഴയെ എന്ത് ചെയ്താലാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവമാക്കി മാറ്റാൻ സാധിക്കുന്നത്? പറയാം. എല്ല് മാറ്റിയാൽ ലിവറാവും. റിവർ എന്ന് പറഞ്ഞാൽ എന്താ? റിവർ പുഴ ആണോ? അറിയോ? ആണോ? അറിയില്ല. ആണോ? രണ്ടുപേരും അറിയില്ലെന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും? റിവർ ലിവറാവും. എങ്ങനെ? എല്ല് മാറ്റിയാ പോലെ. റിവറിന്റെ എന്ത് മാറ്റണം? റിവറിന്റെ എന്ത് മാറ്റണം? 6 മാറ്റിട്ട് 6 മാറ്റി എന്ത് ചേർക്കണം? ഒരു എല്ല് ചേർക്കണം. അപ്പൊ എന്തായി? ലിവറായി. അമ്മേ, ലിവറായി. അപ്പൊ കറക്റ്റ് ആൻസർ ആണ് കൊടുകൈ. ആശാൻ തെന്നിമാറി കളിച്ചതാണ്. ഓക്കെ, അപ്പോൾ ചോദ്യമാണ് പുഴയെ എന്ത് ചെയ്താലാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറ്റാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അവയവമാക്കി മാറ്റാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം പുഴ എന്ന് പറഞ്ഞാൽ റിവർ എന്ന് പറഞ്ഞ പുഴ. അതിൻ്റെ 6 മാറ്റിയിട്ട് ഒറ്റ ഒരു എല്ല് കൂടുതലാണ് എനിക്കെന്ന് പലരും പറയാറുണ്ട്. അപ്പം റിവർ എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ 6 എന്ന് മാറ്റി ഒറ്റ എല്ല് വെച്ച് കൊടുത്താൽ ലിവറായിട്ട് മാറും. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവയവമാണ്. ഏറ്റവും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവവും നമുക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് തന്നെയാണ് ലിവർ. അപ്പം റിവർ, പുഴ, അതിൻ്റെ 6 മാറ്റി എല്ലേത്താൽ ലിവർ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഉത്തരം പറഞ്ഞ ചാറിൻ്റെ പേര് ഇപ്പം ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. ഓക്കെ, കൂടെ നമ്മുടെ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഗോൾഡ് അല്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ സാർ. ഓക്കെ, ശരി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പം നമ്മൾ കണ്ണൂർ പോലീസ് മൈതാനിൽ നടക്കുന്ന കണ്ണൂർ കാർണിവൽ ജൂൺ 14 തീയതി വരെയാണ് കണ്ണൂർ കാർണിവൽ നടക്കുന്നത്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും, നമ്മൾ പെരുന്നാൾ സമയത്ത് പോലും 50% ഡിസ്കൗണ്ട് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ജൂൺ 1 മുതൽ ജൂൺ 14 വരെയുള്ള കാലയളവിൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെയുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണെന്നാണ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു കണ്ണൂർ പോലീസ് മൈതാനിൽ നടക്കുന്ന കണ്ണൂർ കാർണിവലിലേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ.